JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് സംഭവിച്ചത് അടിമുടി പിഴവ്. അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ കൊച്ചി CBI ഓഫീസിലേക്കാണ് അയച്ചത്. ഇന്ന് നടത്തിയ പരിശോധനയിലാണ് പിഴവ് കണ്ടെത്തിയത്. തുടർന്ന് പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ വൈകിട്ടോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഇത് ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച പിഴവാണ് എന്ന തരത്തിലേക്കാണോ മനസ്സിലാക്കേണ്ടത്? അനുജ, നിലവിൽ ഇപ്പോൾ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന വിവരമനുസരിച്ച് ഉദ്യോഗസ്ഥർത്തിലുണ്ടായ പിഴവ് എന്ന രീതിയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ആദ്യ പ്രാഥമികമായി വിലയിരുത്തലെന്ന് പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള CBI അന്വേഷണത്തിന് വിജ്ഞാപനം മാത്രമാണ് CBIക്ക് അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത് തരത്തിലേക്കായിരുന്നു വാർത്തകൾ പുറത്തു വന്നത്. ഇതിൽ ഈ കേസ് അന്വേഷണത്തിന്റെ സ്ഥിതിവിവരം അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുന്ന പ്രൊഫോമ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് അയച്ചിട്ടില്ല എന്നുള്ളത് ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചിരുന്നു. മാത്രമല്ല അതിനെ പ്രതിപക്ഷം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഈ അന്വേഷണം വഴിമുട്ടിയെന്നുള്ള തരത്തിലേക്കുള്ള ചില പ്രതികരണങ്ങൾ അത് ഈ സിദ്ധാർത്ഥന്റെ പിതാവും നടത്തിയതോടുകൂടിയാണ് ഈ സംഭവം കൂടുതൽ വിവാദമായതിന് പിന്നാലെ പ്രൊഫോമോ റിപ്പോർട്ട് ഏറ്റവും പെട്ടെന്ന് അയക്കാനുള്ള നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഇമെയിൽ മുഖേന ഈ വിവരങ്ങൾ, അതായത് പ്രൊഫോമ റിപ്പോർട്ടും വിജ്ഞാപനം അടക്കമുള്ള കാര്യങ്ങൾ അയച്ചു എന്നുള്ളതാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആഭ്യന്തര വകുപ്പിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരം. എന്നാൽ ഇന്ന് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ വലിയൊരു ഗുരുതരമായിട്ടുള്ള പിഴവ് കൂടി ഈ മണിക്കൂറിൽ വാർത്തയായി പുറത്തു വരുന്നുണ്ട്. അത് ആദ്യം വിജ്ഞാപനം ഉൾപ്പെടെയുള്ള രേഖകൾ അയച്ചത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലേക്കല്ല, പകരം കൊച്ചി CBI ഓഫീസിലേക്കാണ് എന്നുള്ളതാണ് ഈ പിഴവായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. പകരം അയക്കേണ്ടിയിരുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലും അതേപോലെ തന്നെ CBI ഡയറക്ടറുമായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർക്ക് അക്കാര്യത്തിൽ പിഴവ് പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് നടത്തിയ വിശദമായ പരിശോധനയിൽ ആ പിഴവ് കണ്ടെത്തിയതിനെ തുടർന്ന് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രൊഫോമ ഉൾപ്പെടെയുള്ള രേഖകൾ അതും വിജ്ഞാപനവും അടക്കം ചേർത്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും അതേപോലെ തന്നെ CBI ഡയറക്ടർക്കും അയക്കുകയായിരുന്നു. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിലെ M സെക്ഷനിലെ 3 ഉദ്യോഗസ്ഥർക്കെതിരെ ഇന്ന് ആഭ്യന്തര സെക്രട്ടറി നിർദ്ദേശം നൽകിയിരുന്നു. വിവാദമായതിനും സർക്കാരിന് തലവേദനയായതിനും പിന്നാലെ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ ആഭ്യന്തര സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുകയായിരുന്നു. ഇതിൽ വിശദമായ അന്വേഷണവും പരിശോധനയും തുടരുകയാണ്. അനുജ, അതെ, JS സിദ്ധാർത്ഥന്റെ മരണത്തിലെ CBI അന്വേഷണം വൈകുന്നതിൽ ആഭ്യന്തര വകുപ്പിന് അടിമുടി പിഴവ് സംഭവിച്ചു എന്ന വിവരമാണ് പുറത്തുവരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയക്കേണ്ട രേഖകൾ കൊച്ചി CBI ഓഫീസിലേക്ക് അയച്ചു എന്നത് ഇന്ന് നടത്തിയ പരിശോധനയിൽ മാത്രമാണ് കണ്ടെത്തിയത്. തുടർന്നാണ് വൈകിട്ടോടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അയച്ചത്.